മുതൽ മാറ്റിയ കേസിൽ ആന്റണി രാജു കുറ്റക്കാരൻ, ഒന്നാം പ്രതി കേസ് ജോസും കുറ്റക്കാരൻ. ജഡ്ജി റൂബി ഇസ്മയിലാണ് നിർണായകമായ വിധി പറയുക. 6 വകുപ്പുകളിൽ കുറ്റക്കാരൻ, ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്, വളരെ ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. മുൻ മന്ത്രി, നിയമസഭാ സാമാജികൻ കൂടിയായ ആന്റണി രാജു എന്നാണ് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിശ്വാസവഞ്ചന, ഗൂഢാലോചന, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ, കള്ളത്തെളിവ് നിർമ്മിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഒരു ഉപഹർജി കൂടി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് മേൽക്കോടതി. കൃത്യമായ രീതിയിലുള്ള ശിക്ഷാവിധി ഉണ്ടാകണം എന്ന രീതിയിൽ. ഇതിൻ്റെ ഒരു നിയമവശം ഏത് രീതിയിൽ നമുക്ക് പരിശോധിക്കാം ഐസൻ? തീർച്ചയായും സുരേഷ്, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജീവപര്യന്തം ശിക്ഷ ലഭിക്കാൻ, അതായത് 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ, ഇന്ന് ഭാരതീയ ന്യായ സംഹിതയാണെങ്കിൽ അന്നുണ്ടായിരുന്ന കുറ്റകൃത്യങ്ങളെ വിചാരണ ചെയ്യുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 409 വകുപ്പ് അനുസരിച്ചാണ് ആ ശിക്ഷ വിധിക്കേണ്ടത്. അത്തരത്തിൽ ആ ശിക്ഷ വിധിക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വിശ്വാസവഞ്ചന എന്ന രീതിയിലാണ്. അതായത് സർക്കാർ സംവിധാനങ്ങളിലെ പൂർണ്ണമായ വിശ്വസ്തത നിലനിർത്താനുള്ള ചുമതല സർക്കാർ ഉദ്യോഗസ്ഥനുണ്ട് എന്ന പ്രതിജ്ഞയോടെയാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലിക്ക് പ്രവേശിക്കുന്നത്. അത്തരത്തിൽ ഈ കോടതിയിലെ ഈ തൊണ്ടിമുതലിൻ്റെ സൂക്ഷിപ്പുകാരനായിരിക്കുന്ന ആൾ ഈ ശിക്ഷ കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ കേസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്ന മുതിർന്ന വ്യക്തി ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൻ്റെ ആ അളവിനേക്കാൾ എത്രയോ ചെറിയ അളവുള്ള ഒരു അടിവസ്ത്രമാണ് ഈ തൊണ്ടിയായി സമർപ്പിച്ചത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, തൊണ്ടിയായി സമർപ്പിക്കുന്ന വസ്തു കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അത് പാക്ക് ചെയ്ത് സീൽ വെച്ചായിരിക്കും സമർപ്പിക്കുക. സീൽ വെച്ച് സമർപ്പിക്കുന്ന ആ പാക്ക് തന്നെ ഒരു രേഖയാണ്. ആ പാക്ക് ചെയ്യുന്ന പാക്ക് തന്നെ പൊളിച്ച് മാറ്റിയതിന് ശേഷം ഈ തൊണ്ടി മുതൽ മാറ്റുകയും ആ പാക്കറ്റ് മാറ്റുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് വ്യാജരേഖയുടെ സാന്നിധ്യം, കൃത്യമായ ആ പാക്കറ്റ് ഒരു രേഖയായി അതിന് മുകളിലെ വിവരങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ഒരു വ്യാജരേഖ ചമക്കലാണ്, തെറ്റായ രേഖ ചമക്കലാണ്, കള്ളത്തെളിവുണ്ടാക്കലാണ്. അത്തരത്തിലുള്ള എല്ലാ തെളിവുകളും എല്ലാ സംവിധാനങ്ങളും ചെയ്യുമ്പോൾ സ്വാഭാവികമായും 409 വകുപ്പ് പ്രകാരം ഈ കുറ്റകൃത്യം നടത്തിയ കോടതിയിലെ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ അതിന് കൂട്ടുനിന്ന ആന്റണി രാജുവും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാവുകയും ചെയ്യും. സ്വാഭാവികമായും അത് 14 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമായതിനാൽ തന്നെ മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാരപരിധിയിൽ ശിക്ഷ വിധിക്കാവുന്നതല്ല. അത് സെഷൻസ് കോടതിയുടെ അധികാരപരിധിയിൽ വരേണ്ട കേസാണ്. അതായത് 10 വർഷത്തിൽ മീതെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ സെഷൻസ് ഒഫൻസിൻ്റെ കണക്കിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ അധികാരപരിധിയിലാണ് വരിക. ജില്ലാ സെഷൻസ് കോടതിയാണ് അതിന് ശിക്ഷ വിധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സെക്ഷൻ 409 പ്രകാരമുള്ള ശിക്ഷ വിധിക്കേണ്ടത് സെഷൻസ് കോടതിയാണ് എന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ പ്രോസിക്യൂഷൻ കത്ത് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ഒരു കത്ത് നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷൻ അതിന് ഉപോത്പലകമായ തെളിവുകൾ കൃത്യമായും ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മജിസ്ട്രേറ്റ് കോടതി അല്പസമയത്തിനകം തന്നെ വിധി പറയാൻ സാധ്യതയില്ല. ഇത് സെഷൻസ് കോടതിയിലേക്ക് കൈമാറാനുള്ള ഒരു സാധ്യതയാണ് ഈ ഉപഹർജി നൽകിയ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? ഈ പ്രത്യേക വകുപ്പിൽ, അതായത് സെക്ഷൻ 409 പ്രകാരമുള്ള ശിക്ഷ വിധിക്കേണ്ട, അതായത് 10 വർഷത്തിൽ മീതെ ശിക്ഷ വിധിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് തന്നെ ആ ശിക്ഷ വിധിക്കാനുള്ള സെഷൻസ് ഒഫൻസിൽ 10 വർഷത്തിൽ മീതെ ശിക്ഷ വിധിക്കാനുള്ള അധികാരമുള്ളത് സെഷൻസ് കോടതിക്കാണ്, ജില്ലാ കോടതിക്കാണ്. ജില്ലാ സെഷൻസ് കോടതി എന്നാണ് ഇതിൻ്റെ സ്വാഭാവികമായും അതിൻ്റെ ആ കോടതിയുടെ ഡെസിഗ്നേഷൻ വരിക. ആ കോടതിയാണ് ശിക്ഷ വിധിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ പ്രത്യേക വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ ജില്ലാ കോടതി വിധിക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് ഇപ്പോൾ നിലപാട് പ്രോസിക്യൂഷൻ നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ശിക്ഷ വിധിക്കാനുള്ള അധികാരം മജിസ്ട്രേറ്റ് കോടതിക്ക് ഇല്ല എന്നതും സെഷൻസ് കോടതിക്ക് കൈമാറേണ്ടതുമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന ഘടകം എടുത്തു പറയേണ്ടത്, ഈ ശിക്ഷ വിധിക്കുന്ന സാഹചര്യം, അതായത് മറ്റുള്ള പല കുറ്റകൃത്യങ്ങളും, അതായത് 120B ഗൂഢാലോചന, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ, അതുപോലെ തന്നെ വ്യാജ തെളിവുണ്ടാക്കൽ. നമുക്കറിയാവുന്നതാണ്, ഈ വ്യാജ തെളിവുണ്ടാക്കുക എന്നുള്ളത് ഈ തൊണ്ടി മുതൽ മാറ്റി മറ്റൊരു തൊണ്ടി മുതൽ വെക്കുകയും വാദിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ വിസ്താരം നടക്കുന്ന വേളയിലും വിചാരണ വേളയിലും എല്ലാം തന്നെ ഈ തൊണ്ടി മുതൽ കൃത്യമായും ഈ പറഞ്ഞ വ്യക്തിക്ക് ധരിക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ആ തൊണ്ടി മുതലിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നു എന്ന നിലപാട് കൃത്യമായും കോടതിയിൽ തെളിയിക്കാനാവില്ല എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കുറ്റകൃത്യത്തിൽ നിന്നും കുറ്റം ചെയ്തതിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ളൊരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം, ഈ യഥാർത്ഥ അടിവസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു പോയിന്റ് കൂടെ നിൽക്കുന്നുണ്ട്. നേരത്തെ ഏത് അടിവസ്ത്രമാണ് എടുത്തു മാറ്റി വേറൊരു അടിവസ്ത്രം വെച്ച് തൊണ്ടിയായി ഉപയോഗിച്ചത്, ആ തൊണ്ടി
പ്രതിക്ക് പകരമുണ്ടായിരുന്നത് എവിടെയാണ് എന്ന് കണ്ടെത്തുന്നത് സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായും നിലവിലെ സാഹചര്യത്തിൽ ആ ശിക്ഷാവിധികളെല്ലാം തന്നെ 5 വർഷത്തോളം ശിക്ഷ വിധിക്കാൻ സാധ്യതയുള്ള കുറ്റകൃത്യങ്ങളാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും സാധാരണഗതിയിൽ ഈ ക്രിമിനൽ കേസുകളിലെല്ലാം തന്നെ കുറ്റവിചാരണ നടത്തിയതിന് ശേഷം ശിക്ഷ വിധിച്ച് ആ ശിക്ഷ 3 വർഷത്തിന് താഴെയാണെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് തന്നെ ആ ശിക്ഷ താൽക്കാലികമായി ഇവിടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. കാരണം പല രാഷ്ട്രീയ മാനങ്ങളുണ്ട്. 19 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിലെ കുറ്റപത്രം സമർപ്പിച്ചത്. വർഷങ്ങൾക്ക് ശേഷം അത് നിർണായകമായ വിധി വരുന്നു. ഇവിടെ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ സാമാജികനാണ്, ജനപ്രതിനിധിയാണ് ആന്റണി രാജു. അദ്ദേഹത്തിൻ്റെ ഈ നിയമസഭാ അംഗത്വത്തെ അത് ഏത് രീതിയിലായിരിക്കും ഈ ശിക്ഷാവിധി ബാധിക്കുക? തീർച്ചയായും സുരേഷ്, ഇപ്പോൾ അത് വിചാരണ കോടതി ഈ ശിക്ഷ വിധിക്കുന്നത് സ്റ്റേ ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ വിചാരണ കോടതിയുടെ സ്റ്റേ മറ്റു മേൽക്കോടതിയുടെ സ്റ്റേ വരുന്നത് വരെ ആന്റണി രാജുവിന് ജയിലിൽ പോകേണ്ടി വരും. അത്തരത്തിൽ ജയിലിൽ പോകേണ്ട സാഹചര്യമുണ്ടെങ്കിൽ 6 വർഷം ഡിസ്ക്വാളിഫൈ ചെയ്യാനും ശിക്ഷ കഴിഞ്ഞ് 6 വർഷം അയോഗ്യത കൽപ്പിക്കാനുള്ള ഒരു നിയമം ഇപ്പോൾ തന്നെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുണ്ട്. സ്വാഭാവികമായും ശിക്ഷാ കാലാവധിയും ശിക്ഷാ കാലാവധിക്ക് ശേഷമുള്ള 6 വർഷം അയോഗ്യതയും ചേർത്ത് എത്രയാണോ ശിക്ഷ വിധിക്കുന്നത് ആ ശിക്ഷ വിധിക്കുന്ന കാലാവധി മുഴുവൻ, ഇപ്പോൾ നിയമസഭാ സമ്മേളനം വരാനിരിക്കുന്നു, ആ നിയമസഭാ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാനുള്ള സാധ്യത തന്നെ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തെന്നാൽ 3 വർഷത്തിൽ കൂടുതൽ ഒരു ശിക്ഷ ഏതെങ്കിലും ഒരു വകുപ്പിൽ മജിസ്ട്രേറ്റ് കോടതി വിധിക്കുകയാണെങ്കിൽ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ വന്ന ശിക്ഷയെ സ്റ്റേ ചെയ്യുന്നതിന് മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല. 3 വർഷം വരെയുള്ള കുറ്റകൃത്യങ്ങളാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് സ്റ്റേ ചെയ്യാനാകുക. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതി സ്റ്റേ ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, കോടതിയിൽ ജയിലിൽ പോകേണ്ടി വരും. അപ്പോൾ ശിക്ഷ അനുഭവിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ സാങ്കേതികമായി മാറുകയും സ്വാഭാവികമായും ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത വരികയും പിന്നീട് സ്റ്റേ വാങ്ങി തുടർ നടപടികളിലേക്ക് നീങ്ങേണ്ടി വരികയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന, അതായത് ബജറ്റ് സമ്മേളനത്തിലൊക്കെ ആന്റണി രാജുവിന് പങ്കെടുക്കാൻ സാധിക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. സ്വാഭാവികമായി തന്നെ ഈ നിയമസഭാ അംഗത്വം റദ്ദാകാനുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളതല്ലേ? തീർച്ചയായും ഈ ശിക്ഷാവിധി സ്റ്റേ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, സ്റ്റേ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിയമസഭാ അംഗത്വം സ്റ്റേ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിയമസഭാ അംഗത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ വളരെ കുറഞ്ഞ കാലയളവ് മാത്രമാണ് ഇനി നിയമസഭയ്ക്കുള്ളത്. അവസാന സമ്മേളനമാണ് വരാനിരിക്കുന്നത് എന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നതിനാൽ തന്നെ അത് അപ്പോൾ എത്ര കണ്ട് പ്രസക്തമാണ് എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് വലിയൊരു വെല്ലുവിളിയായി വരിക. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ആന്റണി രാജുവിനുള്ള സാധ്യത ഒട്ടും ഈ ശിക്ഷ വിധിക്കുകയും ശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം വരികയുമാണെങ്കിൽ അക്കാര്യത്തിൽ ഉണ്ടാകുകയില്ല എന്നൊരു യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല. മാത്രമല്ല ശിക്ഷാവിധി എത്രയായാലും, അതായത് 5 വർഷമോ 3 വർഷമോ എത്രയായാലും ശിക്ഷ കഴിഞ്ഞ് വീണ്ടും ഒരു 6 വർഷമാണ് ഡിസ്ക്വാളിഫിക്കേഷൻ വരിക. നമുക്കറിയാവുന്നതാണ് സുപ്രീം കോടതി വിധി പ്രകാരം ഈ ശിക്ഷ വിധിച്ചയാൾക്ക് 6 വർഷം ശിക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അയോഗ്യതയുണ്ട്. അത്തരത്തിലൊരു അയോഗ്യത കൂടി വരുമ്പോൾ 3 വർഷത്തേക്കാണ് ചുരുക്കം ശിക്ഷ വിധിക്കുന്നതെങ്കിൽ കൂടി 6 വർഷം തുടർച്ചയായുള്ള അയോഗ്യതയും വന്ന് ഏതാണ്ട് രാഷ്ട്രീയ ജീവിതം പൂർണ്ണമായും ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലത്തേക്ക് തന്നെ സാധ്യമാകാത്തൊരു സാധ്യത ഈ വിധി നടപ്പാകുകയാണെങ്കിൽ ഉണ്ടാകുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതേസമയം മറ്റൊരു പ്രധാന വിഷയം കൂടി ഉയർന്നു വരുന്നത്, മജിസ്ട്രേറ്റ് കോടതിക്ക് ശിക്ഷ വിധിക്കാൻ അധികാരമില്ലാത്ത സെക്ഷനിലെ ശിക്ഷ വിധിക്കുന്നതിനെ സെഷൻസ് ഒഫൻസ് ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ സെഷൻസ് കോടതിയിലേക്ക് കേസ് റെഫർ ചെയ്യണമെന്നൊരു ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലും ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ വിധി വരുന്ന ഏത് രീതിയിലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ശിക്ഷയുടെ ക്വാണ്ടിറ്റി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഏത് രീതിയിലാണ് ഇനി കേസിൻ്റെ പുരോഗതി ഉണ്ടാവുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരിക. എന്ത് തന്നെയായാലും കുറ്റക്കാരൻ